ഇടുക്കിയിൽ പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചവരുടെ പേര് ലിസ്റ്റിലില്ലാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ഫോം 12 പ്രകാരം അപേക്ഷ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വോട്ട് ചെയ്യാനെത്തിയ ശേഷം മടങ്ങിപ്പോകേണ്ടി വന്നു. സാങ്കേതിക പ്രശ്നമാണെന്നും ഉടൻ പരിഹരിക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്തുകൊണ്ടാണ് ഈ പട്ടികയിൽ ഇവരുടെ പേരില്ലാത്തത്? മാധു, സാങ്കേതിക പ്രശ്നമെന്നാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഈ പ്രശ്നം പരിഹരിച്ച് 2 ദിവസത്തിനുള്ളിൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ന് രാവിലെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. നാളെയും മറ്റന്നാളുമായി ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാവകാശം ലഭിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം 6-ാം തീയതിയാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള അവസാന തീയതി. അതിനു മുമ്പ് ഈ ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഫോം 12 പ്രകാരം അപേക്ഷ നൽകിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് നിലവിൽ തപാൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. ഇടുക്കിയുടെ ഒരു ഭൂപ്രകൃതി അറിയാവുന്നതാണ്. മറയൂർ ഉൾപ്പെടെയുള്ള 10-60 കിലോമീറ്റർ ദൂരെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇടുക്കിയിൽ വോട്ട് ചെയ്യാൻ വരുന്നത്. ഇടുക്കി കളക്ടറേറ്റിന് സമീപമാണ് 3 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഈ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴാണ് തങ്ങൾ അപേക്ഷിച്ചിട്ടും തങ്ങളുടെ പേര് ഈ ലിസ്റ്റിലില്ല എന്ന കാര്യം അറിയുന്നത്. അതിനുശേഷം അവർ അവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ കാര്യങ്ങൾ തിരക്കിയ ശേഷം തിരികെ പോവുകയാണ് നിലവിൽ ചെയ്യുന്നത്. എന്താണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നു. അപ്പോഴും ഈ 10-50-60 കിലോമീറ്റർ ദൂരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയും വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. കാരണം ഇടുക്കിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടതും പോലീസിന്റെ കടമ കൂടിയാണ്. അപ്പോൾ അതിനിടയിലാണ് സമയം കണ്ടെത്തിക്കൊണ്ട് തപാൽ വോട്ട് ചെയ്യാൻ പലരും ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന ആളുകൾക്ക് പോലും ഈ ലിസ്റ്റിൽ പേരില്ലാത്തത് മൂലം വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ആകെ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും പരാതികളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ആദ്യം ഈ സീലുമായി ബന്ധപ്പെട്ട് BJPയുടെ സീൽ അതിലൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാകുന്നു. പോസ്റ്റൽ വോട്ടിന് സമയം തുടങ്ങിയ സമയത്ത് പലരുടെയും പേരുകളില്ല, ബാലറ്റുകളില്ല, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരികയാണ്.